നിസാർ കറിവേടിലേക്ക് സ്വാഗതം. നോമ്പ് തുറക്കാൻ അടിപൊളി ഫലുദയായല്ലോ. അതിനായി ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വെർമസല്ലി, വറുത്ത വെർമസല്ലിയാണ് എടുത്തിരിക്കുന്നത് ചെറുത്. ഒരു സോസ് പാനിലേക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം. ഒരു ബൗളിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് 2 കയ്യിൽ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. പാലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെർമസല്ലി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. വെർമസല്ലി വെന്ത് പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് ഒഴിച്ചതും ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ട്. കൈ നിർത്താതെ വേണം ഇളക്കി കൊടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ആപ്പിള്, മാങ്ങ, പഴം, കസ്കസ, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, ട്യൂട്ടി ഫ്രൂട്ടി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് സെറ്റ് ചെയ്യുക ഗ്ലാസ്സിലേക്ക്. ആദ്യം 1 ടീസ്പൂൺ റൂഹബ്സ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കസ്കസ, ആപ്പിള്, മുന്തിരി, പഴം, മാങ്ങ എല്ലാം ഇതിന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കസ്റ്റാർഡ് നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെച്ചില്ലേ, അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മറക്കരുത്, അത് കട്ട കെട്ടിയിരിക്കും. ഇനി ഇതിലേക്ക് വീണ്ടും കസ്കസ ഒഴിക്കുക, ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക, ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക, നട്ട്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ 1 ടീസ്പൂൺ കസ്റ്റാർഡ് മിക്സും ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായി 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുക. മുകളിൽ കുറച്ച് നട്ട്സും ചെറിയും വെച്ച് ഗാർണിഷ് ചെയ്യുക. ട്യൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കുക. അടിപൊളി ഫലതയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.